Hello friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ബേസിക്കലി നമുക്ക് ആംപ്ലിഫയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ ആംപ്ലിഫയർ സർക്യൂട്ട് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്ട്രെങ്തൻ ദ വീക്ക് സിഗ്നൽസ്, അതായത് വീക്ക് ആയിട്ടുള്ള സിഗ്നൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇപ്പം നമ്മളൊരു ആംപ്ലിഫയർ നോക്കുകയാണെങ്കിൽ, അതായത് ജനറലി നമ്മളൊരു ആംപ്ലിഫയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവിങ് വൺ ഇൻപുട്ട് ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ആ ഇൻപുട്ടിന്റെ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കിട്ടുന്നത്. അതായത് ഫോർ എ ജനറൽ ആംപ്ലിഫയർ ദർ ഈസ് ഓൺലി വൺ ഇൻപുട്ട് ആൻഡ് ഓൺലി വൺ ഔട്ട്പുട്ട് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ഇൻപുട്ട്. അപ്പോൾ ആ ഒരു ഇൻപുട്ടിന്റെ ആംപ്ലിഫൈഡ് വെർഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഔട്ട്പുട്ടിൽ കിട്ടുക. ഇതാണ് ജനറലി ഒരു ആംപ്ലിഫയർ, ഹാവിംഗ് ഓൺലി വൺ ഇൻപുട്ട് ആൻഡ് ആൻ ഔട്ട്പുട്ട്. ഇനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസാണ് നമ്മൾ കേസ് നോക്കുമ്പോൾ is to amplify the difference between two signals. The function of a differential amplifier is to amplify the difference between two signals. അതായത് രണ്ട് സിഗ്നൽസിന്റെ ഡിഫറൻസിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സിഗ്നൽസിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലി മനസ്സിലാക്കാം. ഇപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ V1 ആൻഡ് V2. അപ്പോൾ രണ്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സിഗ്നലിന്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് V1 മൈനസ് V2 അതിന്റെ ഡിഫറൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ ഇനി ദ നീഡ് ഫോർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ arises in many physical measurements where response from DC to many megahertz of frequency is required. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഉപയോഗം നമുക്ക് പലയിടത്തായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇപ്പോൾ മെയിൻലി ഫിസിക്കൽ മെഷർമെന്റ്സിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസ്, അതായത് DC ടു സം മെഗാഹെർട്സ് ഫ്രീക്വൻസിയിൽ ഇപ്പോൾ റെസ്പോൺസ് ആവശ്യമായിട്ട് വരുന്ന കേസസിൽ അങ്ങനെയുള്ള ഫിസിക്കൽ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്ന ആ ഒരു കേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഉപയോഗം വരുന്നുണ്ട്. ഇനി ദിസ് ഫോംസ് ദ ബേസിക് ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ആൻ ഇന്റഗ്രേറ്റഡ് ആംപ്ലിഫയർ. അതുപോലെ തന്നെ എന്തായിരിക്കും, ഈ ഒരു ഇന്റഗ്രേറ്റഡ് ആംപ്ലിഫയറിന്റെ ബേസിക് ഇൻപുട്ട് സ്റ്റേജ് ആണ് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു നീഡ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനി വൈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്, അതായത് സാധാരണ ആംപ്ലിഫയേഴ്സിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ്ലി എക്സലന്റ് സ്റ്റെബിലിറ്റി. ഒന്നാമത്തെ കാര്യം എക്സലന്റ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയുന്നപ്പോഴായിരിക്കും, അതായത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അണ്ടർ കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അണ്ടർ കൺട്രോളിലാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്റ്റേബിൾ, അതായത് ആ സിസ്റ്റം എന്താന്ന് പറയാൻ പറ്റും, സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഫോർ എ ബൗണ്ടഡ് ഇൻപുട്ട് we get a bounded output. Okay, for a bounded input we get a bounded output. അതാണ്, അങ്ങനെയാണെങ്കിലാണ് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്തായിരിക്കും, ഹൈലി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഹാവ് ആൻ എക്സലന്റ് സ്റ്റെബിലിറ്റി. This is highly versatile. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഹൈലി വെർസറ്റൈലുമാണ്. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സിസ്റ്റം വെർസറ്റൈൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്തായിരിക്കും, ഹൈലി വെർസറ്റൈൽ. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഹൈലി വെർസറ്റൈൽ ആകുമ്പോൾ അതിനും ഒന്നിൽ കൂടുതൽ ഫങ്ഷൻ കോമ്പറ്റന്റ്ലി ചെയ്യാൻ പറ്റും. പ്ലസ് സെൻസിറ്റീവ് ടു നോയ്സ് ആൻഡ് ഇന്റർഫറൻസസ്. നോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിലേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽസും കൂടി വരികയാണ്, നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസും കൂടി വരികയാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോയ്സ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി വേരിയേഷൻ, ഇതെല്ലാം നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നോയ്സ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോയ്സിനോടും ഇന്റർഫറൻസിനോടും അതെന്തായിരിക്കും, ലെസ് സെൻസിറ്റീവ് ആയിരിക്കും. Okay, next enables to bias the amplifier and couple the amplifier stages without need for bypass and coupling stages. സാധാരണ ഒരു ആംപ്ലിഫയറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കിപ്പോൾ ബയാസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് കപ്ലിംഗ് എഫക്ട് കപ്പിൾ ചെയ്യണം, ആംപ്ലിഫയർ സ്റ്റേജസ് തമ്മിൽ കപ്പിൾ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് ബൈപ്പാസ് അല്ലെങ്കിൽ കപ്ലിംഗ് സ്റ്റേജസിന്റെ ഉപയോഗം വരുന്നുണ്ട് ഇൻ കേസ് ഓഫ് ജനറൽ ആംപ്ലിഫയർ. പക്ഷേ നമുക്ക് ഇപ്പം ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം, അതായത് ബൈപ്പാസോ കപ്ലിംഗ് സ്റ്റേജസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംപ്ലിഫയറിനെ ബയാസ് ചെയ്യാനും അതുപോലെ തന്നെ ആംപ്ലിഫയർ സ്റ്റേജസ് തമ്മിൽ കപ്പിൾ ചെയ്യാനും പറ്റും.
ഓക്കെ, ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ആയിരിക്കും ഈ പറയുന്നത്. ഇത് അതുപോലെ തന്നെ ഇപ്പം ഹൈലി സ്റ്റേബിൾ ആണ്, ലെസ് സെൻസിറ്റിവിറ്റി, ഇതൊക്കെ എങ്ങനെയാണ്, അതായത് അതെങ്ങനെയാ സ്റ്റേബിൾ ആവുന്നത്, അതായത് എങ്ങനെയാ കൺട്രോൾഡ് ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇതെങ്ങനെയാ നോയ്സ് അല്ലെങ്കിൽ ഇന്റർഫറൻസിനോട് ലെസ് സെൻസിറ്റീവ് ആവുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, the differential amplifier as a building block of op-amp has the advantages of lower cost, easier fabrication as IC component, closely matched components. അപ്പോൾ മെയിൻലി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഒപ്പാമിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ കോസ്റ്റ്. ഇറ്റ് വിൽ ബി ഓഫ് ലോ കോസ്റ്റ്, ഈസിയർ ഫാബ്രിക്കേഷൻ ആസ് IC കമ്പോണന്റ്. അതായത് ഒരു IC ആയിട്ട് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ്ലി ക്ലോസ്ലി മാച്ച്ഡ് കമ്പോണൻസ്. അതായത് നമ്മളിപ്പം ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 2 മാച്ച്ഡ് സർക്യൂട്ട്സ് വെച്ചിട്ടായിരിക്കും നമ്മളത് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 മാച്ച്ഡ് സർക്യൂട്ട്സ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെഷർ ചെയ്യാനും എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. സോ അതാണ് ക്ലോസ്ലി മാച്ച്ഡ് കമ്പോണൻസ്. മാച്ച്ഡ് സർക്യൂട്ട്സ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കമ്പോണൻസ്, ഇപ്പോൾ റെസിസ്റ്റൻസ് അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മാച്ച്ഡ് ആയിട്ടുള്ളതായിരിക്കും. അതാണ് ക്ലോസ്ലി മാച്ച്ഡ് കമ്പോണൻസ്. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഐ സി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IC ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഫിഗർ 2.31 ഷോസ് ദ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് 2 ഇൻപുട്ട് ടെർമിനൽസ് ആൻഡ് 1 ഔട്ട്പുട്ട് ടെർമിനൽസ്. ഓക്കെ, ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണിത്. ഇതിന് എന്തായിരിക്കും? 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ V2, രണ്ടാമത്തത് ഫസ്റ്റ് വൺ V1, സെക്കൻഡ് V2. അപ്പോൾ 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഹാവിംഗ് 2 ഇൻപുട്ട് ടെർമിനൽ ആൻഡ് 1 ഔട്ട്പുട്ട് ടെർമിനൽ ആണ്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. ഹാവിംഗ് 2 ഇൻപുട്ട് ടെർമിനൽ V1, V2, ഹാവിംഗ് ഓൺലി 1 ഔട്ട്പുട്ട് ടെർമിനൽ Vout. Okay, the output signal of the differential amplifier is proportional to the difference between 2 input signal. ഓക്കെ, ഇനി ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദിസ് Vout. ഈ Vout എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് സിഗ്നലിന്റെ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് Vout എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? V1 മൈനസ് V2. Vout എന്ന് പറയുന്നത് V1 മൈനസ് V2ന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Vout ഈസ് ഈക്വൽ ടു ആംപ്ലിഫൈ ചെയ്യല്ലേ, ആംപ്ലിഫൈങ് കോൺസ്റ്റന്റ് ഇൻറ്റു V1 മൈനസ് V2. ഇതാണ് ബേസിക്കലി നമ്മുടെ എന്തെന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് ബേസിക് ഇക്വേഷൻ ദാറ്റ് ഈസ് Vout ഈസ് ഈക്വൽ ടു ADM ഇൻറ്റു V1 മൈനസ് V2. V1 മൈനസ് V2 അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് വോൾട്ടേജസിന് പ്രൊപ്പോർഷൻ ആണ്. ദാറ്റ് ഇസ് V1 മൈനസ് V2 പ്രൊപ്പോർഷൻ ആണ്. പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആംപ്ലിഫൈങ് ഗെയിൻ ADM പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് Vout ഈസ് ഈക്വൽ ടു ADM ഇൻറ്റു V1 മൈനസ് V2. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കേസസ് നോക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ കേസ് നോക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് ഞാൻ എടുക്കുന്നു V1 ഈസ് ഈക്വൽ ടു V2. V1 V2ന് ഈക്വൽ ആവുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടുന്നത്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ അറിയാം, ADM ഇൻറ്റു V1 മൈനസ് V2. അതായത് ADM ഇൻറ്റു V1 എന്ന് പറയുന്നത് ഈക്വൽ ടു V2 ആണ്. അപ്പോൾ V1 മൈനസ് V2 വിച്ച് ഇസ് ഈക്വൽ ടു V1. അപ്പോൾ നമ്മൾ V1 പ്രൊവൈഡ് ചെയ്യുന്നു. V1 മൈനസ് V1 0. അപ്പോൾ ഇഫ് V1 ഈസ് ഈക്വൽ ടു V2 ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും കിട്ടുക? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും കിട്ടുക. ഇനി എ നോൺ സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് Vout ഈസ് ഒബ്റ്റൈൻഡ് വെൻ V1 ആൻഡ് V2 ആർ നോട്ട് ഈക്വൽ. V1ഉം V2ഉം ഈക്വൽ അല്ല. അങ്ങനത്തെ ഒരു കേസിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഔട്ട്പുട്ട് വോൾട്ടേജ് നോൺ സീറോ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നോൺ സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ V1 നോട്ട് ഈക്വൽ ടു V2. V1 നോട്ട് ഈക്വൽ ടു V2 ആയാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടത്തുള്ളൂ? നോൺ സീറോ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതാണ് 2 കേസസ്. ഈക്വൽ ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0. നോട്ട് ഈക്വൽ ആകുമ്പോൾ വി വിൽ ഗെറ്റ് എ നോൺ സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് വി ഗോയിങ് ടു ഡിഫറൻസ് മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. ഡിഫറൻസ് മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ അതിൻ്റെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന, അതായത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള സിഗ്നലാണ്. അതാണ് ഡിഫറൻസ് മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. അതിന് ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് VDM ഈസ് ഈക്വൽ ടു V1
minus V2. VDM is equal to V1 minus V2. VDM എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് മോഡ് ഇൻപുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വൽ ടു V1 മൈനസ് V2. പേര് പറയുന്ന പോലെ അതെന്തായിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻപുട്സിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. This will be difference mode input voltage. Then common mode input voltage. Common mode input voltage അതും പേര് പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും കോമൺ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും നമ്മൾ ഈ രണ്ട് ഇൻപുട്ടിനും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇൻപുട്ടിലേക്ക് കോമൺ ആയിട്ടുള്ള ഇൻപുട്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കോമൺ ആയിട്ടുള്ള ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. ഈ കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് VCM ഡിനോട്ടഡ് ബൈ VCM. ഈ VCM നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? V1 plus V2 divided by 2. This will be the equation of VCM, that is common mode input voltage. This will be the equation of difference mode input voltage. Next നമുക്ക് നോക്കാനുള്ളത് this equation shows that ഇപ്പോൾ ഇനി നമ്മൾ അടുത്ത കേസ് നോക്കുകയാണ്. ഇപ്പോൾ V1 is equal to V2. V1 is equal to V2, then difference mode input voltage is 0 and common mode input voltage is VCM, which is equal to V1 or V2. That is we considering the case V1 V2 ഈക്വൽ ആവുന്ന കേസാണ് എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ഇക്വേഷൻ VDM നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? VDM is equal to V1 minus V2 ആണ്. അപ്പോൾ V1 V2 എന്ന് പറയുമ്പോൾ which is equal to V1. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V1 minus V1 which is equal to എന്തായിരിക്കും? 0 ആണ്. which is equal to 0. ഇനി അതുപോലെ തന്നെ VDM കണ്ടുപിടിച്ചു ഫോർ ദ കേസ് V1 equal to V2. ഇനി V1 equal to V2 ആകുമ്പോൾ VCM എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ VCMന്റെ ഇക്വേഷനും നമുക്കറിയാം എന്താണ്? V1 plus V2 divided by 2. V1 plus V2 divided by 2 ആണ്. അപ്പോൾ V1 plus V2 പകരം V1 divided by 2, that is divided by 2, that is V1. ഓക്കെ, ഓർ V1 എന്തിന് ഈക്വൽ ആണ്? V2 ഈക്വൽ. അപ്പം VCM is equal to V1 or V2. അതാണ് ഇവിടെ പറയുന്നത്. If V1 is equal to V2, then difference mode input voltage is 0 and common mode input signal is VCM is equal to V1 or V2. നമ്മളതവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. V1 ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. V1 നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യുന്നത്? 20 മൈക്രോ വോൾട്ട്. V1 20യും V2 ഈസ് ഈക്വൽ ടു -20യും കൊടുക്കുന്നു. V2 -20. അപ്പോൾ ഈ ഒരു കേസിൽ VDM എന്തായിരിക്കും കിട്ടുക? VDM ഈസ് ഈക്വൽ ടു V1 minus V2. V1 20 minus V2 -20, that is 20 minus -20, that is 20 plus 20 which is equal to 40. The VDM. VCM എന്തായിരിക്കും കിട്ടുക? ഇക്വേഷൻ V1 plus V2 divided by 2. V1 will be 20, V2 will be -20. So 20 minus 20 divided by 2. 20 minus 20 is 0. So VCM is equal to 0. ഇതൊരു എക്സാമ്പിൾ. അതായത് ഇൻപുട്ട് വോൾട്ടേജ് V1 20യും V2 -20 ആയിട്ട് എടുക്കുന്ന കേസ്. ഇനി അടുത്തത് സെയിം തന്നെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മളിപ്പം എന്തായിരിക്കും കൊടുക്കുക? If V1 120 microvolt and V2 80 microvolt. V1 120യും V2 80 microvolt ആവുന്ന കേസിൽ VDMന്റെ ഇക്വേഷൻ എന്താണ്? V1 minus V2. V1 minus V2 means VDM V1 minus V2. V1 120 microvolt, V2 80 microvolt. അപ്പോൾ 120 minus 80, that is equal to 40. സെയിം VCM എന്ന് പറയുമ്പോൾ V1 plus V2 by 2. V1 120 plus V2 80 divided by 2 which is equal to 100. അപ്പോൾ V1 രണ്ടാമത്തെ കേസ് 120 മൈക്രോ വോൾട്ടും V2 80 മൈക്രോ വോൾട്ടും ആകുമ്പോൾ നമുക്ക് VDM 40യും VCM 100ഉം കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ബോത്ത് ദ സെറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജസ്, അതായത് V1 20യും V2 -20യും V1 120യും V2 80യും കൊടുക്കുന്ന കേസസിലാവുമ്പോൾ എന്തായിരിക്കും പറയാം?
എന്തായിരിക്കും both the input voltage cases the output voltage of an ideal differential amplifier would exactly എന്തായിരിക്കും സെയിം. അതായത് VDM രണ്ടെടുത്ത്, അതായത് രണ്ട് സെപ്പറേറ്റ് V1 V2 കൊടുത്തപ്പോഴും ആദ്യം V1 V2 ഒരു കേസ്, രണ്ടാമത് V1 V2 അടുത്ത കേസ് കൊടുത്തപ്പോഴും VD1 നമുക്ക് ഡിഫറൻസ് മോഡ് ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടിയത് 40 ആണ്. അതുപോലെ തന്നെ അടുത്ത കേസസിലും നമുക്ക് VDM എന്ത് കിട്ടി, 40 കിട്ടി. അതാണ് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വുഡ് ബി എക്സാക്ട്ലി സെയിം ഫോർ ദീസ് സെറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജസ്. ബട്ട് ഇൻ കേസ് ഓഫ് BCMന്റെ കേസിൽ രണ്ട് സെറ്റ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു. -20 കൊടുത്തപ്പോഴും 120/80 കൊടുത്തപ്പോഴും നമുക്ക് സെപ്പറേറ്റ് VCM ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് VCM 0 VCM 100 ആണ്. സോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഡിഫറൻസ് മോഡ് രണ്ട് കേസസ് കൊടുത്തപ്പോഴും സെയിം ആണ് വന്നത്. അപ്പോൾ സോ എന്തായിരിക്കും പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് വുഡ് ബി എക്സാക്ട്ലി സെയിം ഫോർ എനി സെറ്റ് ഓഫ് വോൾട്ടേജസ്. പക്ഷേ എന്തായിരിക്കും, രണ്ട് സെറ്റ് ഓഫ് വോൾട്ടേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് രണ്ടും സെയിം ആണ്. അപ്പോൾ കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ മെയിൻ ഉപയോഗം അല്ലെങ്കിൽ മെയിൻ എയിം എന്താണെന്നുള്ളതാണ്. ഇൻ the design of differential amplifier, the main aim is to minimize the effect of common mode input signal. കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നലിന്റെ എഫക്റ്റിനെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ എയിം, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് മെയിൻലി എന്തായിരിക്കും, നോയ്സസ് ആയിരിക്കും. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, രണ്ട് ഇൻപുട്ടിനും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മെയിൻലി അത് നോയ്സസ് ആയിരിക്കും. അപ്പോൾ നോയ്സസിനെ എലിമിനേറ്റ് ചെയ്യുക, അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത്, അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്, വിച്ച് ഈസ് ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് Q1 ആൻഡ് Q2. ഈ Q1ഉം Q2ഉം എന്തായിരിക്കും, ഐഡന്റിക്കൽ ആണ്. അപ്പോൾ Q1ഉം Q2ഉം ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റേഴ്സ് ഐഡന്റിക്കൽ ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ Q1 Q2 ഐഡന്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഞാൻ എടുത്തത്. ഇനി രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഐഡന്റിക്കൽ ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ കമ്പോണൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പം ഐഡന്റിക്കൽ ആവുമ്പോൾ Q1 Q2 ഐഡന്റിക്കൽ ആണ്, Q1 Q2 ഐഡന്റിക്കൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റേഴ്സ് വിൽ ബി സെയിം. ഓക്കെ, ദാറ്റ് ഈസ് Q1ന്റെ കളക്ടർ റെസിസ്റ്റൻസ് RC1 വിച്ച് ഈസ് ഈക്വൽ ടു RC2 and RE1 which is equal to RE2. ഓക്കെ, Q1 Q2 രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഐഡന്റിക്കൽ ആവുമ്പോൾ എന്തായിരിക്കും, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. RC1 RC2നും RE1 RE2നും ഈക്വൽ ആണ്. കാരണം Q1 Q2 ഐഡന്റിക്കൽ ആയിട്ടായിരിക്കും നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അതാ പറയുന്നത് the resistance of the circuit are equal, that is RE1 equal to RE2, RC1 equal to RC2, and the magnitude of plus VCC is equal to magnitude of minus VEE. These voltages are measured with respect to ഗ്രൗണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ Q1 ഒരു വോൾട്ടേജ് കളക്ടറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് പ്ലസ് VCC, Q2നും പ്ലസ് VCC. അതുപോലെ തന്നെ എമിറ്ററിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന -VE ഫോർ Q1 Q2 സെയിം -VE. ഈ VCCയുടെയും VEയുടെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് VCC വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് VEE. മാഗ്നിറ്റ്യൂഡ് ഓഫ് VCC ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് VEE. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയുമാണ് നമ്മൾ രണ്ട് ഡിഫറെന്റ് മാച്ച്ഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് കൺസിഡർ ചെയ്തു. അതിന് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ രണ്ട് സർക്യൂട്ട്സ് ജോയിൻ ചെയ്ത് നമുക്കൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ടാക്കണം. ഓക്കെ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നോക്കിക്കേ, രണ്ട് കളക്ടറിലും പ്രൊവൈഡ് ചെയ്തേക്കുന്ന പ്ലസ് VCC കോമൺ വോൾട്ടേജ് ആണ് Q1ന്റെ കളക്ടറിലും Q2ന്റെ കളക്ടറിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ -VE Q1ന്റെ എമിറ്ററിലും Q2ന്റെ എമിറ്ററിലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അതായത് പ്ലസ് VCC രണ്ടിനും കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എമിറ്ററിന്റെ -VEയും
Q1ന്റെയും Q2ന്റെയും എമിറ്ററിന് കോമൺ ആയിട്ട് തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് RE1 ആൻഡ് RE2 അതെന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് ആണ്, എമിറ്റർ റെസിസ്റ്റൻസ് RE1 ആൻഡ് RE2. ഈ RE1ഉം RE2ന്റെയും പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ഈ RE1 RE2 ദാറ്റ് ഈസ് RE, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ RE1 RE2 പാരലൽ കോമ്പിനേഷൻ അതായിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരൊറ്റ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നു. ആ RE എന്ന് പറയുന്നത് എന്തായിരിക്കും, RE1 പാരലൽ RE2 ആയിരിക്കും. ഓക്കെ, RE1 പാരലൽ RE2 അതാണ് നമ്മൾ രണ്ടാമത് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ കോമൺ ആയിട്ടുള്ള വോൾട്ടേജസ് ഒരു കോമൺ വോൾട്ടേജ് ആയിട്ട് തന്നെ കൊടുത്തു. പിന്നെന്താ ചെയ്യുന്നത്, നമ്മൾ ഈ റെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ, എമിറ്റർ റെസിസ്റ്റേഴ്സിന്റെ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിന്റെ എമിറ്റർ റെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ RE ആയിട്ട് എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി അടുത്തത് RE1, the parallel combination of RE1 and RE2 is replaced by a resistance RE. The two input signals V1 and V2 are applied at the base of Q1 and base of Q2. Differential amplifier ആണ്. അപ്പോൾ ഡിഫറൻസ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, അതിന് ഇൻപുട്ടിൽ രണ്ട് വോൾട്ടേജസ് വേണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, Q1ന്റെ ബേസിലും Q2ന്റെ ബേസിലും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എന്താ, Q1ന്റെ ബേസിൽ നമ്മൾ വോൾട്ടേജ് V1 പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു, Q2ന്റെ ബേസിൽ എന്തെടുത്തു, വോൾട്ടേജ് V2 പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ദിസ് വിൽ ബി ദ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് RS1 ആൻഡ് RS2. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നു. Okay, V1 and V2 applied at the base of Q1 and base of Q2. Next, the output voltage is taken between two collectors. ഇനി എന്താ ചെയ്യുന്നത്, രണ്ട് കളക്ടേഴ്സിനിടയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. കണ്ടോ, ഇത് രണ്ട് കളക്ടർ ടെർമിനൽസിനും ഇടയിലായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, വി ഔട്ട് എന്ന് പറയുന്നത്. ഇതാണ് സിംപ്ലി എന്തെന്ന് പറയുന്നത്, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഹാവിംഗ് Q1 Q2 രണ്ട് മാച്ച്ഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ്. പ്രൊവൈഡ് ചെയ്തേക്കുന്ന VCC സെയിം ആയതുകൊണ്ട് അതൊരു കോമൺ ആയിട്ട് കൊടുത്തു. VE സെയിം ആണ്, അതും കോമൺ ആയിട്ട് കൊടുത്തു. RE1 RE2 അതെന്താ ചെയ്ത്, അതിന്റെ പാരലൽ കോമ്പിനേഷൻ നമ്മൾ RE ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഡിഫറൻസ് ആംപ്ലിഫയറിന്റെ മെയിൻ കാര്യം എന്താ, പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ഇൻപുട്ടാണ്, ബേസ് Q1ലേക്കും ബേസ് ഓഫ് Q1ന്റെ ബേസിലേക്കും Q2ന്റെ ബേസിലേക്കും നമ്മൾ V1 V2 പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദിസ് കളക്ടർ ടെർമിനൽ. Okay, ഇനി ideally the voltage is 0 when the two inputs are equal. നമ്മൾ ഐഡിയൽ കേസ് നേരത്തെ നമ്മൾ പറഞ്ഞു V1 ഈക്വൽ ടു V2, V1 V2 ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഐഡിയലി കേസ് ഡിസ്കസ് ചെയ്തതാണ്, വി ഔട്ട് എന്തായിരിക്കും, 0 ആണെന്നുള്ളത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസ് നമ്മൾ നേരത്തെ ഐഡിയൽ കേസ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് വെൻ V1 is greater than V2. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇഫ് V1 ഗ്രേറ്റർ ദാൻ V2, V1 V2നേക്കാൾ കൂടുതലാവുന്ന കേസ്. നമുക്കറിയാം വി ഔട്ടിന്റെ ഇക്വേഷൻ എന്താണ്, ADM ഇൻറ്റു V1 മൈനസ് V2 ആണ്. ഓക്കെ, അപ്പൊ V1 ഗ്രേറ്റർ ദാൻ V2, അപ്പൊ ദിസ് വിൽ ബി എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക വരിക. അതായത് V1 V2നേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ എന്തായാലും V1 V2നേക്കാൾ കൂടുതലാണ്, അപ്പൊ ദിസ് ഷുഡ് ബി ഹൈ. അപ്പം എന്തായിരിക്കും, നമുക്ക് ഓൾറെഡി ഒരു പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇനി V1 ലെസ് ദാൻ V2. ഓക്കെ, V1 V2നേക്കാൾ കുറവാണ്, അപ്പൊ ഇക്വേഷൻ ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, വി ഔട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും, V1 V2നേക്കാൾ കുറവ്, V2 കൂടുതലാണ്. അപ്പം എന്തായിരിക്കും, നമ്മൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിരിക്കും എന്ത് ചെയ്യാം കിട്ടുക. അതാണ് when V1 ലെസ് ദാൻ V2 the output voltage has opposite polarity. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ളതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം കിട്ടുക, V1 V2ന് കുറവാണെങ്കിൽ. അതായത് V1 ഗ്രേറ്റർ ദാൻ V2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം പൊളാരിറ്റി തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിലും കിട്ടുക, കുറവാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും കിട്ടുക. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ.
it is highly stable. Highly stable means here there are two transistors. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട് ഡയഗ്രം വരച്ചപ്പോൾ അതിന് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു പവർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ബോത്ത് ദ ട്രാൻസിസ്റ്റേഴ്സ്. അത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സിനും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതായത് ഇപ്പോൾ നമുക്ക് പവർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ അത് Q1 കാണും, Q2 ഉണ്ടാവും. കാരണം മാച്ച്ഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ പവർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ആ രണ്ടിനും ഒരുമിച്ച് എഫക്ട് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായി പോവും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് എന്തായിട്ട് തന്നെ നിൽക്കും? മോർ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കും. പവർ ഫ്ലക്ച്വേഷൻസ് ഒന്നും എഫക്ട് ചെയ്യുന്നില്ല, കാരണം കോമൺ ആയി വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. സോ ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഹൈലി സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ്, ഹൈ ഇമ്മ്യൂണിറ്റി ടു നോയ്സ് ആൻഡ് ഇന്റർഫറൻസ്. നോയ്സിനോടും ഇന്റർഫറൻസിനോടും ഹൈ ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, എനി അൺവാണ്ടഡ് സിഗ്നൽ വിൽ ക്യാൻസൽ ഈച്ച് അതർ സിൻസ് ദേ വിൽ എഫക്ട് ബോത്ത് ദ ട്രാൻസിസ്റ്റർ. അത് സെയിം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് സിഗ്നൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ Q1 Q2 വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും കോമൺ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരുമ്പോൾ കോമൺ ആയിട്ടുള്ള സിഗ്നൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആ ഒരു അൺവാണ്ടഡ് സിഗ്നൽ, രണ്ടിനും കോമൺ ആയി വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽ എടുക്കുമ്പോൾ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അതാണ്. സോ അത് എന്ത് ചെയ്യുന്നില്ല? നോയ്സോ അല്ലെങ്കിൽ ഇന്റർഫറൻസോ ഒന്നും വരുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞ ഹൈ ഇമ്മ്യൂണിറ്റി ടു നോയ്സ് ആൻഡ് ഇന്റർഫറൻസ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, കോൺഫിഗറേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിന്റെ കോൺഫിഗറേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. പ്രധാനമായിട്ടും ഫോർ കോൺഫിഗറേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിന്. ദ 4 ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻസ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. That is the first one, dual input balanced output differential amplifier. Second one is dual input unbalanced output differential amplifier. That will be the second one. Third one is single input balanced output differential amplifier. And the fourth one is single input unbalanced output differential amplifier. ഇനി നമുക്കിത് ഓരോന്നും നോക്കാം. ഓക്കെ, ഇത് സർക്യൂട്ട് ഡയഗ്രം ആണ്. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, നോക്ക്, ഇവിടെ ട്രാൻസിസ്റ്റർ Q1 ഹാവിംഗ്, ബേസിക്കലി ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതെന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഹാവിംഗ് 2 ഇൻപുട്ട്, ഔട്ട്പുട്ട് ഇൻ ബിറ്റ്വീൻ ദ കളക്ടർ ടെർമിനൽ. അപ്പോൾ ബേസിക്കലി ഇത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഹിയർ നമുക്കൊരു എന്തുണ്ട്? ഇൻപുട്ട് ഉണ്ട് V1, ഇവിടെയും നമുക്കൊരു ഇൻപുട്ട് ഉണ്ട് V2. അതായത് ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? 2 ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഇൻപുട്ട് മീൻസ് ഡ്യുവൽ ഇൻപുട്ട്. ഓക്കെ, 2 ഇൻപുട്ട് മീൻസ് ഡ്യുവൽ ഇൻപുട്ട്. അപ്പം നമ്മളിവിടെ 2 ഇൻപുട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്ന V1 V2. ഓക്കെ, അപ്പം ഡ്യുവൽ ഇൻപുട്ട്. ഇനി ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയായിരിക്കും? വി ഔട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ കളക്ടർ ടെർമിനൽസ്. കളക്ടർ ടെർമിനൽസിനിടയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ഔട്ട് എടുക്കുന്നത്. അതാണ് ഇൻ ബിറ്റ്വീൻ കളക്ടർ ടെർമിനൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ കളക്ടർ ടെർമിനൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ കളക്ടർ ടെർമിനൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാന്ന് പറയാൻ പറ്റും. 2 ഇൻപുട്ട് ഡ്യുവൽ ഇൻപുട്ട്, ഇൻ ബിറ്റ്വീൻ കളക്ടർ ടെർമിനൽസ് വി ഔട്ട് എടുക്കുന്നു. സോ ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഓക്കെ, മനസ്സിലായി? സിംപ്ലി ഫിഗർ എന്ന് തന്നെ എങ്ങനെയാണ് ഇത് ഡ്യുവൽ ഇൻപുട്ട് ആണ്, ഏത് കോൺഫിഗറേഷൻ ആണ് എന്ന് നോക്കാൻ ഇപ്പം മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എത്ര ഇൻപുട്ട് ഉണ്ട്? ഫസ്റ്റ് വൺ V1 V2. ഇപ്പൊ 2 ഇൻപുട്ട് ഉണ്ട്. ഫസ്റ്റ്ലി ഇത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതിപ്പോ അറിയാലോ. ഇനി 2 ഇൻപുട്ട് ഉണ്ട് V1 V2. അപ്പൊ എന്താണ്? ഡ്യുവൽ ഇൻപുട്ട്. ഡ്യുവൽ ഇൻപുട്ട്. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ വി ഔട്ട് എടുത്തേക്ക് നോക്കിക്കേ. അതായത് നമ്മുടെ ഒരു ട്രാൻസിസ്റ്ററിന്റെ, അതായത് ഒരു കളക്ടർ ടെർമിനലിൽ നിന്ന് മാത്രമാണ് നമ്മൾ വി ഔട്ട് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഒരു ഒറ്റ കളക്ടർ ട്രാൻസിസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒറ്റ കളക്ടർ ടെർമിനലിൽ നിന്നാണ് എന്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വി ഔട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണത്? അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് എന്ന് പറയാൻ പറ്റും. അപ്പം ഏതെങ്കിലും ഒരു കളക്ടർ ടെർമിനലിൽ നിന്ന് മാത്രമാണ് നമ്മൾ വി ഔട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡ്യുവൽ ഇൻപുട്ട് ഇതെന്താണ്? ഒരൊറ്റ കളക്ടർ ടെർമിനലിൽ നിന്ന് മാത്രമേ വി ഔട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്.
ഇനി അടുത്ത കോൺഫിഗറേഷൻ ആണ് നോക്ക്. ഹാവിങ് ഇവിടെ നോക്ക്, ഫസ്റ്റ് ഇൻപുട്ട് ഒരു ഇൻപുട്ടായി, അടുത്തതിനെ ഗ്രൗണ്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ? ഒരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഒരൊറ്റ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ഇൻപുട്ടുള്ള ഒറ്റ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ ഇൻപുട്ട്. ഇനി നമ്മൾ എന്താ നോക്കിയിട്ട് വോൾട്ടേജ് എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കണം. അപ്പോൾ വോൾട്ടേജ് നോക്കിക്കേ, ഇൻ ബിറ്റ്വീൻ ദ കളക്ടർ ടെർമിനൽസ്. കളക്ടർ ടെർമിനൽസിനിടയിൽ നിന്നാണ് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ കളക്ടർ ടെർമിനൽസിനിടയിൽ നിന്ന് തന്നെയാണ് വോൾട്ടേജ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് എന്തായിരിക്കും? ബാലൻസ്ഡ് വോൾട്ടേജ് ആയിരിക്കും. സോ സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ കളക്ടർ ടെർമിനൽ ആണ് വി ഔട്ട് എടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ദ ബാലൻസ്ഡ് ഔട്ട്പുട്ട്. സോ ഇറ്റ് ഈസ് സിംഗിൾ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് ഫിഗർ. എത്ര ഇൻപുട്ട് ഉണ്ട്? Q1ലേക്ക് ഒരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസ് ഓഫ് Q1 ഒരു ഇൻപുട്ട് V1. ഇവിടെ ബേസ് എന്ത് ചെയ്തേക്കാണ്? Q2ന്റെ ബേസിനെ ഗ്രൗണ്ട് ചെയ്തേക്കാണ്. അപ്പോൾ ആകെ ഒരു എന്തേ ഉള്ളൂ? ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ അത് സിംഗിൾ ഇൻപുട്ട്. ഇനി നമ്മൾ വോൾട്ടേജ് എവിടെ നിന്നാണ് എടുക്കുന്നത് നോക്കണം. നോക്കിക്കേ, വോൾട്ടേജ് എടുക്കുന്നത് ഫ്രം വൺ ഓഫ് ദീസ് കളക്ടർ ടെർമിനൽ. ഈ രണ്ട് കളക്ടർ ടെർമിനൽ നിന്നല്ല, ഒരു ഒറ്റ കളക്ടർ ടെർമിനലിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? വി ഔട്ട് മെഷർ ചെയ്തേക്കുന്നത്, വി ഔട്ട് എടുത്തേക്കുന്നത്. സോ ഇറ്റ് വിൽ ബി, അപ്പോൾ ഒരൊറ്റ ടെർമിനലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ഔട്ട്പുട്ട് ആയിരിക്കും? അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഡയറക്റ്റ് ഫിഗർ എന്നാൽ ഏതാണ് കോൺഫിഗറേഷൻ എന്ന് മനസ്സിലാക്കാൻ അറിയാലോ. ഇൻപുട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നതും നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. രണ്ട് ഇൻപുട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡുവൽ ഇൻപുട്ട്. വോൾട്ടേജ് എടുക്കുന്നത് കളക്ടർ ടെർമിനൽസ് ഇൻ ബിറ്റ്വീൻ ടു കളക്ടർ ടെർമിനൽസ് ആണെന്നുണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ആൻഡ് ഇഫ് ദ ഇൻപുട്ട് വിൽ ബി ഓൺലി വൺ, അതായത് ഒരു ഇൻപുട്ടേ ഉള്ളൂ, ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ടേക്കൺ ഫ്രം വൺ ഓഫ് ദ കളക്ടർ ടെർമിനൽ. ഏതെങ്കിലും ഒരു കളക്ടർ ടെർമിനലിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടുള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ട കോൺഫിഗറേഷൻസ് ആണ്. ദിസ് കോൺഫിഗറേഷൻസ് നോക്കി നമ്മൾ എടുത്തു. ഇനി അടുത്തത്, these configurations are shown in figure and defined by number of input signal used and the way an output voltage is measured. അപ്പം ഈ കോൺഫിഗറേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എത്ര ഇൻപുട്ട് സിഗ്നൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്പർ ഓഫ് ഇൻപുട്ട് സിഗ്നൽ യൂസ്ഡ് ആൻഡ് ദ വേ ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് മെഷേർഡ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് കോൺഫിഗറേഷനിലുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് എന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, ഇഫ് യൂസ് ടു ഇൻപുട്ട് സിഗ്നൽ, ഇപ്പോൾ രണ്ട് ഇൻപുട്ട് സിഗ്നൽ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ ഈസ് സെറ്റ് ടു ബി ഡ്യുവൽ ഇൻപുട്ട്. നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ രണ്ട് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ടു ഇൻപുട്ട് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡ്യുവൽ ഇൻപുട്ട് ആണ്. അതർവൈസ് ഇറ്റ് ഈസ് സിംഗിൾ. അല്ല, രണ്ട് ഇൻപുട്ട് അല്ല, ഒന്നേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സിംഗിൾ ഇൻപുട്ട് കോൺഫിഗറേഷൻ ആയിരിക്കും. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ ടു കളക്ടേഴ്സ്, ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് രണ്ട് കളക്ടേഴ്സിന് ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? മെഷേർഡ് ബിറ്റ്വീൻ ടു കളക്ടേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് ബോത്ത് ദ കളക്ടേഴ്സ് ആർ അറ്റ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്. കാരണം എന്താണ് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്? കാരണം ബോത്ത് ദ കളക്ടേഴ്സ് ആർ സെയിം DC പൊട്ടൻഷ്യൽ. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈ രണ്ട് കളക്ടേഴ്സിലും പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എന്തായിരിക്കും? സെയിം DC പൊട്ടൻഷ്യൽ ആണ്. സോ ഇറ്റ് വിൽ ബി ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്. ഇഫ് ദ ഔട്ട്പുട്ട് ഇസ് മെഷേർഡ് അറ്റ് വൺ ഓഫ് ദ കളക്ടർ, ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു ഒറ്റ കളക്ടറിൽ നിന്നാണ് എടുത്തേക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഏതെങ്കിലും ഒറ്റ കളക്ടറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും പറഞ്ഞത്? കോൺഫിഗറേഷൻ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിന്റെ കോൺഫിഗറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുന്ന സ്റ്റെപ്പ്. A multi-stage amplifier with a desired gain can be obtained using direct connection between the successive stage of differential amplifier. That means, ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സക്സസീവ് സ്റ്റേജസ് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിന്റെ വിത്ത് എ ഡിസൈഡ് ഗെയിൻ നമുക്കൊരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതാ പറയുന്നത്, എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വിത്ത് എ ഡിസൈഡ് ഗെയിൻ ക്യാൻ ബി ഒബ്റ്റെയിൻ യൂസിംഗ് ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദ സക്സസീവ് സ്റ്റേജസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സക്സസീവ് സ്റ്റേജസിനിടയിൽ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വിത്ത് എ ഡിസൈഡ് ഗെയിൻ
ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദ അഡ്വാൻറ്റേജ് ഓഫ് ഡയറക്റ്റ് കപ്ലിംഗ് ഈസ് ദാറ്റ് ഇറ്റ് റിമൂവ്സ് ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇമ്പോസ്ഡ് ബൈ ദ കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് ദേ ആർ therefore capable of amplifying DC as well as AC input signals. അപ്പം ഈ ഡയറക്റ്റ് കപ്ലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ ചെയ്യുന്നത് വഴി ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സക്സസീവ് സ്റ്റേജസ് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ചെയ്യുന്നത് വഴി നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വിത്ത് എ ഡിസൈഡ് ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് ഡയറക്റ്റ് കപ്ലിംഗ്. ഇനി നമ്മൾ ഈ ഡയറക്റ്റ് കപ്ലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യും, ഇപ്പം നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ്, ഇമ്പോസ് ചെയ്യുന്ന ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എല്ലാം എന്ത് ചെയ്യും, റിമൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് കപ്ലിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ നമ്മൾ കപ്ലിംഗ് ചെയ്യാൻ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് വഴി ഉണ്ടാകുന്ന ഈ ഒരു ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഡയറക്റ്റ് കപ്ലിംഗ് ചെയ്യുന്നത് വഴി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ദെയർഫോർ കേപ്പബിൾ ഓഫ് ആംപ്ലിഫൈങ് DC ആസ് വെൽ ആസ് AC ഇൻപുട്ട് സിഗ്നൽ. അതുപോലെ തന്നെ ഡയറക്റ്റ് കപ്ലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള വർണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, DC ആസ് വെൽ ആസ് AC ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യാൻ പറ്റും, ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഡയറക്റ്റ് കപ്ലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഫസ്റ്റ് ഉപയോഗം കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് വഴി ഉണ്ടാകുന്ന ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തിനും കേപ്പബിൾ ആണ്, ആംപ്ലിഫൈ DC ആസ് വെൽ ആസ് AC ഇൻപുട്ട് സിഗ്നൽ, DC സിഗ്നൽ അതുപോലെ തന്നെ AC ഇൻപുട്ട് സിഗ്നൽ രണ്ടിനെയും ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും.